ഒരു ചങ്ങായി അദ്ദേഹത്തിന്റെ പ്രസംഗമൊന്നും കേൾക്കാറുമില്ല, കേൾക്കേണ്ടതില്ല, നെവർ മൈൻഡ് ചെയ്തു പോകേണ്ട കാര്യമാണ്. എന്നാൽ ഒരു ക്ലിപ്പ് കണ്ടു. അപ്പൊ അത്ഭുതവും വെറുപ്പും നമുക്ക് സ്വയം ഒന്ന് സന്തോഷവും നമ്മളുടെ ആലിമ്യങ്ങളോട് വലിയൊരു ആദരവൊക്കെ തോന്നി. കേൾക്കുക ക്ലിപ്പ്. എത്രത്തോളം എടവണ്ണപ്പാറയിൽ പല പരിപാടികളും ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പാണക്കാട് തങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, മഹാനരായ ശംസുൽ ഉലമ നടന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലാണ് നമ്മളൊക്കെ നടക്കേണ്ടത്. ആ വഴിയിൽ നിന്ന് വിട്ട് 89-ൽ പുറത്തുപോയി ഈ നിരീശ്വരവാദത്തോട് വരെ സഹകരിച്ചു പോകുന്ന ടീമുമായി ഏതെങ്കിലും ഒരു രൂപത്തിൽ ബന്ധമുണ്ടാക്കിയാൽ ഇതാകെ നാശവും. അതാണ് ഇപ്പോഴത്തെ തർക്കത്തിന്റെ ഒക്കെ കാരണം. എങ്ങനെയാണ് ഇവിടെ പാണക്കാട് തങ്ങന്മാർക്കെതിരെ അതിൽ നിന്ന് തന്നെ ചിലരുണ്ടാകുന്നത്? ആ ചിലർ ഇവരുമായി ബന്ധമുണ്ടാക്കുന്നുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട്. ആരുമായി? ഈ ബിസിനസ്സുമാർ. ഇവരും നിങ്ങളെ നശിപ്പിക്കാനേ നടക്കും. അത് ഈ ചങ്ങായിനോട് ചോദിക്കാനുണ്ട്, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോന്നാണ്. ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം തനിക്കുണ്ട് എങ്കിൽ ഇങ്ങനെ വന്ന് പറയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് സുന്നികളോട് താല്പര്യമുള്ള ഒരാൾ പോലും ഇവരിപ്പൊ പറഞ്ഞ ആ വിഭാഗം, ആ കുടുംബത്തിനോട് സഹകരിക്കുമോ? അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള നേതാക്കന്മാർ ചെയ്യുന്നത് ശരിയാണെന്ന് പറയോ? നമ്മുടെ ആലിമീങ്ങൾ രാജ്യത്തിന്റെ ആവശ്യമായ NRCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉസ്താദുമാര് വന്ന സദസ്സിൽ എവിടെയൊക്കെയോ മുജാഹിദീങ്ങൾ ഉണ്ടായി എന്നതിന്റെ കാരണത്താൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞവനാണ് ഇവൻ. ഇദ്ദേഹം പറയുന്ന ഈ വിഷയം, ഇദ്ദേഹത്തെ ഇപ്പൊ പറഞ്ഞ ആ തറവാട്ടുകാര് അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നു സ്വഹാബികളുമായി എല്ലാ വിഷയങ്ങളിലും സഹകരിക്കുന്നു. എന്തുകൊണ്ട് ഇദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നില്ല? അതേപോലെ തന്നെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ എവിടെയെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന കേക്കല്ല, അവിടെ പോയി കൊണ്ട് ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്മസ് കേക്ക് മുറിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല? മഹാന്മാരാകുന്ന ആ തറവാട്ടുകാരിൽ മുൻകഴിഞ്ഞു പോയവർ അവരെ എല്ലാവരെയും അവഹേളിക്കുന്ന തരത്തിൽ, അവർക്ക് പോലും പേര് ദോഷമുണ്ടാക്കുന്ന തരത്തിൽ, ഒരു നിലക്കം കാളിയോട് എന്നല്ല, ഒരു തങ്ങള് കുടുംബത്തോട് എന്നല്ല, ഒരു സാധാരണ മുഅ്മിനോട് പോലും യോജിക്കാത്ത തരത്തിൽ സിനിമ നടന്മാരുടെയും നടിമാരുടെയും കൂടെ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ ഏക കാരണത്താൽ താൻ ചെയ്തത് തെറ്റാണെന്നും അതുകൊണ്ട് അത് തിരുത്തണമെന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞപ്പോ അതിന് എതിരായി പ്രസംഗിച്ചു പറഞ്ഞു നടന്നു എന്ന് മാത്രമല്ല, പരസ്യമായ നിലക്ക് അവരെന്നൊക്കെ എനിക്കെതിരായി പറഞ്ഞതിന്റെ കാരണത്താൽ എന്നോട് മാപ്പ് ചോദിക്കണമെന്ന് പോലും പറഞ്ഞ ഈ പറയപ്പെട്ട തറവാട്ട്